ഈ ഹിപ്പാലസ് മറ്റ് കച്ചവടക്കാരെ പോലല്ലായിരുന്നു. അദ്ദേഹം പുതിയ വഴികൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു, ബാക്കിയുള്ള കച്ചവടക്കാർ സാധാരണ രീതിയിൽ പൊക്കോട്ടെ, ഞാൻ ഇന്ത്യയിലേക്ക് കടൽ മാർഗം പോകാൻ പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കും, അതിലൂടെയായിരിക്കും ഞാൻ യാത്ര ചെയ്യുക. അതിനുവേണ്ടി അദ്ദേഹം ഈ ഇന്ത്യയിലേക്കുള്ള യാത്ര അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അക്കാലത്ത് ഇന്നത്തെ പോലത്തെ പുതിയ ടെക്നോളജികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കാറ്റിന്റെ ദിശയെ തന്നെയാണ് അദ്ദേഹം ആശ്രയിച്ചത്. അതുകൊണ്ട് ഈ വഴി കണ്ടെത്താനായി കാറ്റിന്റെ ദിശകളെ അദ്ദേഹം നിരീക്ഷിക്കാനും പഠിക്കാനും തുടങ്ങി. വേനൽക്കാലത്തും മഴക്കാലത്തുമുള്ള കാറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതിന്റെ പ്രത്യേകതകൾ എന്ത്, ഒരു ദിശയിലേക്ക് വീശുന്ന കാറ്റ് എപ്പോഴാണ് തിരികെ എത്തുന്നത്, അങ്ങനെ ഒരുപാട് നാള് നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ ഒടുവിൽ അദ്ദേഹം അത് കണ്ടെത്തി. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പടിഞ്ഞാറ് നിന്നും ഇന്ത്യയിലേക്ക് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. ആ കാറ്റ് ഇവരുടെ യാത്രയ്ക്ക് പറ്റിയ വളരെ സുഖകരമായ ഒരു കാറ്റാണ്, ഇവരുടെ യാത്രയ്ക്ക് അനുയോജ്യമായ കാറ്റാണ്. അന്ന് പായ്വഞ്ചിയിലൊക്കെയാണ് കൂടുതലും കടൽ മാർഗത്തിൽ പായ്ക്കപ്പലുകളാണ് അന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കാറ്റ് അവരുടെ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കാറ്റാണ്. അവരുടെ സഞ്ചാരം വളരെ സുഖകരമാവുകയും ചെയ്യും. ഇദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തൽ അദ്ദേഹം മറ്റു കച്ചവടക്കാരും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഈ കണ്ടെത്തൽ പറഞ്ഞു. അവർക്ക് ഈ ഒരു വഴി ഇഷ്ടപ്പെടുകയും പിന്നീട് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യയിലേക്കുള്ള കച്ചവടക്കാർ ഒരുപാട് എത്തുകയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള കച്ചവട ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം അന്ന് ഹിപ്പാലസ് കണ്ടെത്തിയ ആ പ്രത്യേകതരം കാറ്റാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന ആ കാറ്റ്, ഇന്ത്യയിലെ മഴയ്ക്ക് കാരണമായ ആ പ്രത്യേകതരം കാറ്റിന് ഒരു പേരുമുണ്ടായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ കൂടുതലുമായി എത്തിക്കൊണ്ടിരുന്ന കച്ചവടക്കാർ അറബി നാട്ടിൽ നിന്നൊക്കെ ആയതുകൊണ്ട് അറബിയിലെ ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന വാക്കിൽ നിന്നും മൺസൂൺ എന്ന പേര് ലഭിച്ച മൺസൂൺ കാറ്റുകളായിരുന്നു ആ പ്രത്യേകതരം കാറ്റുകൾ. അന്ന് ഹിപ്പാലസ് കണ്ടെത്തിയ ആ കാറ്റ് അവിടെ ഉണ്ടായിരുന്നു. മൺസൂൺ കാറ്റുകൾ ഉണ്ടായിരുന്നു, എങ്കിലും അത് ലോക പ്രശസ്തമായത്, ഇത്തരത്തിലൊരു കാറ്റുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞത്, ഇത്രയും പ്രശസ്തമായത് അന്ന് ഹിപ്പാലസ് ആ വഴി കണ്ടെത്തിയപ്പോഴാണ്. അപ്പം മൺസൂൺ കാറ്റുകൾ എങ്ങനെയാണ് ഇത്രയും പ്രശസ്തമായതെന്ന്